ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൊഹിറ്റോ ആണ്. അപ്പോൾ ഇതിനൊരു വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ പാർട്ടി ഡ്രിങ്ക്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഒരു 3 ഫ്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യണത്. ഫസ്റ്റ്ലി ഓറഞ്ച് വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പൗഡേർഡ് ഷുഗർ, പിന്നെ നമ്മളെ ഓറഞ്ചിൻ്റെ പൾപ്പ്, ചെറുനാരങ്ങ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്. ഞാൻ സോഡയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 7-Up അല്ലെങ്കിൽ സ്പ്രൈറ്റോ യൂസ് ചെയ്യുക. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങ അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ സ്മഡ്ജ് ചെയ്തെടുക്കുക. മിക്സിങ്ങിലാണ് മെയിൻ കാര്യം. കാരണം ഫൈനൽ റിസൾട്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യണം അത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആക്കണം. ശരിക്കും ആ ചെറുനാരങ്ങന്ന് നീര് വരും. അതുവരെയും നീരിറങ്ങി വരുന്നവരെ നമുക്കത് ഫീൽ ചെയ്യും. അതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റ് തറോലി ചെയ്യണം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്, അതിനോടൊപ്പം തന്നെ നമ്മൾ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജ്യൂസ് തീരെ വെള്ളമില്ലാണ്ട് ഞാൻ അടിച്ചെടുത്തതാണ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോഡയും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ആ ഒരു നമ്മൾ കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഒരു തരിപ്പും ഫ്ലേവറും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിവിയുടെ മൊഹിറ്റോ ആണ്. അതിനാവശ്യമായിട്ടുള്ള പൗഡേർഡ് ഷുഗർ ഫസ്റ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കിവി, പിന്നെ ചെറുനാരങ്ങ, അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജിങ്ങിലാണ് മെയിൻ കാര്യം. കാരണം അതിൻ്റെ എസെൻസ് ഒക്കെ അതിൽ നിന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യമേ സ്മഡ്ജ് ചെയ്താലാണ് പിന്നെ ഫൈനലാകുമ്പോഴത്തേനും അടിപൊളി ആ ഒരു സ്മെല്ലോട് കൂടി കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് 3 എണ്ണമുള്ള കാരണമാണ് കേട്ടോ. എൻ്റേത് ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ടിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. ഞാനിതിൽ മറ്റേ മുളക് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് മുളക് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് ഒരു ചെറിയൊരു പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സോഡയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ സോഡയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അടിപൊളിയാണ് ആ ഒരു തരിപ്പോട് കൂടി കുടിക്കാൻ തന്നെ. അപ്പോൾ ഈ കിവിടയിൽ എനിക്ക് തോന്നുന്നു മിളക് കുറച്ചും കൂടി സ്യൂട്ട് ചെയ്യും തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തരിപ്പും ഈ എരിവൊക്കെ കൂടി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കുടിക്കുക.
നെക്സ്റ്റ് നമ്മുടെ അനാറിൻ്റെ മൊഹിറ്റോ ആണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡർഡ് ഷുഗർ, പിന്നെ അതുപോലെ തന്നെ അനാറ്, മീൻ ലീവ്സ്, പിന്നെ ചെറുനാരങ്ങ കട്ട് ചെയ്തത്. ഇത് 4 ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ചതച്ചെടുക്കുക. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വരുന്നത് അതിൻ്റെ കളറാണ്. ആ ഒരു റെഡ് കളർ നമ്മൾ ചതച്ചെടുക്കുമ്പോൾ വരുന്ന ആ ഒരു റെഡ്നെസ്. അതിലേക്ക് നമ്മൾ കട്ടിയുള്ള ജ്യൂസ് ഒഴിക്കും. അതുപോലെ തന്നെ സോഡയും കൂടി വന്ന് ചേരുമ്പോൾ ഒരു ലൈറ്റ് പിങ്കും അല്ല ഡാർക്ക് പിങ്കും, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറുണ്ട്. അത് അടിപൊളിയാണ്. നിങ്ങൾ സ്പെഷ്യലായിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കൊന്ന് ചെയ്ത് കൊടുക്കുക. അവർ ശരിക്കും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ആ നാരങ്ങയൊക്കെ നമ്മൾ ഇടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ നീര് പുറത്ത് വരണം. അതുവരെ അടിക്കണം. കാരണം ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റാണ് വരിക. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം നമ്മളിത് മിക്സ് ചെയ്യുന്നോ അതാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ട് വരിക. അതിലേക്ക് നമ്മൾ ആ പാകത്തിനുള്ള ഐസ് ക്യൂബ് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. ഞാനിത് ക്രഷ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇടുമ്പോൾ അങ്ങനെ ഇട്ടാൽ മതി. അതിലേക്ക് കട്ടിയുള്ള നമ്മൾ അനാറിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോഡയും കൂടി, നിങ്ങൾക്ക് ഇഷ്ടം 7-Up സ്പ്രൈറ്റോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഞാൻ അവിടെ വെറും സോഡയാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രിങ്കാണ്.